എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ഈസി ആയിട്ട് ഒരു അയിലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് കടുക്, കുറച്ച് ഉലുവ. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, കുറച്ച് വേപ്പില, ഞാൻ കുറച്ച് സവോളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തോട്ട് ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് നല്ല ഫ്രൈ ആയി കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറും. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 2 ചെറിയ കഷ്ണം കുടമ്പുളി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്തുകൊണ്ട് അത്യാവശ്യം നല്ല പുളി ഉണ്ടാകും. എന്നാലും ഒരു 2 ചെറിയ കഷ്ണം കുടമ്പുളി കൂടി ചേർത്താൽ നല്ല പുളി ഉണ്ടാവും. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുക. അതിനകത്തോട്ട് മീൻ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ ഒരുപാട് വെള്ളം ആദ്യം ഒഴിക്കാറില്ല, നന്നായി പറ്റിച്ചെടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. വെള്ളം ഒഴിക്കുക, നന്നായിട്ട് ഇളക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ മസാലക്കൂട്ട് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം, ഞാൻ അയില എടുത്തേക്കുന്ന അയില കഷ്ണം ചേർത്ത് വെക്കുക. ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൂടി വയ്ക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.